എല്ലാവർക്കും നമസ്കാരം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കും. ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ട് കാണും. അത് കേൾക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലൊരു സുഖമുണ്ട്. മനസ്സിനെയും ആത്മാവിനെയും എന്തോ ഇങ്ങനെ മെല്ലെ ഒരു തെന്നൽ തൊട്ട് പോകുന്നത് പോലെ ഒരു സന്തോഷം നമുക്കുണ്ടാകാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. പക്ഷേ പൊതുവെ ഞാൻ ഈ പാട്ടിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് ഇതുവരെ അന്വേഷിക്കാൻ പോയിട്ടില്ല. വല്ലപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട് ടി വിയിലൊക്കെ, എന്തെങ്കിലുമൊക്കെ മ്യൂസിക് പ്രോഗ്രാമിലോ. ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ കാലമാണല്ലോ, കുട്ടികളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഒരു ആത്മീയ ഗ്രൂപ്പിൽ ഈ പാട്ടിനെ പറ്റി ഒരു ചർച്ച നടന്നു. അപ്പോൾ ഞാനത് ഈ പാട്ട് മുഴുവനും കേൾക്കാനും അതിലുള്ള ആത്മീയ അർത്ഥങ്ങൾ എന്താണെന്നുള്ളൊരു അന്വേഷണം ചെയ്യാനൊക്കെ അതിനൊരു കാരണമായി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്നുള്ള വരികൾ വാസ്തവത്തിൽ നമ്മോട് വലിയൊരു ഉത്തരവാദിത്വയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതെ, ഒരു ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്ന വരികളാണത്. നാം പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം അന്വേഷിക്കാറുണ്ട്, സമാധാനം അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഈ ഗാനം നമ്മോട് പറയുന്നത് അതിനേക്കാൾ വലിയൊരു സത്യമാണ്, ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണ്? നാം ഈ ലോകത്തിന് എന്താണ് നൽകുന്നത്? ലോകം മുഴുവൻ സുഖം പകരാൻ കഴിയുന്ന ശക്തി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അധികാരികളുടെയോ അല്ലെങ്കിൽ ധനികരുടെയോ കയ്യിൽ മാത്രമുള്ളതല്ല. അത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള സ്നേഹം, കരുണ, ദയ, അവയാണ് ലോകത്തെ മാറ്റുന്ന യഥാർത്ഥ ശക്തികൾ. ഈ ഗാനത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധതയുടെ വാർമുനയോടെ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ. നമുക്ക് എത്ര ശക്തമായ വരിയാണെന്ന്. പരിശുദ്ധതയുടെ വാർമുനയോടെ, സാധാരണ വാർമുനയല്ല, പരിശുദ്ധതയുടെ വാർമുനയോടെ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ എന്നൊരു വരിയുണ്ട്. എന്താണിത് നമ്മളോട് നമ്മളോട് അറിയിക്കുന്നത്? ജീവിതം ഒരു പോരാട്ടമാണ്. നാം ഓരോ ദിവസവും പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. കോപം, അസൂയ, ദ്വേഷം, തെറ്റിദ്ധാരണ ഇവയെല്ലാം മനുഷ്യ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളിൽ നാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ദ്വേഷമാണോ അല്ലെങ്കിൽ സ്നേഹമാണോ? അതാണ് നമ്മുടെ ആത്മീയ യാത്രയുടെ യഥാർത്ഥ പരീക്ഷ. ആത്മീയത എന്നത് പലപ്പോഴും നാം തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ചിലർ വിചാരിക്കും ധ്യാനം ചെയ്താൽ മതി, ചിലർക്ക് പ്രാർത്ഥിച്ചാൽ മതി, ചിലർ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇതൊക്കെയാണ് ആത്മീയത എന്ന്. അവയൊക്കെ നല്ലതാണ്. പക്ഷേ ആത്മീയതയുടെ ഹൃദയം മറ്റൊന്നാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തുക, മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തുക, അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ ദർശനങ്ങളിൽ മാറ്റം വരുത്തുക. നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുമ്പോൾ, നമ്മുടെ ഹൃദയം കൂടുതൽ സ്നേഹത്തോട് നിറയുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നു. ഗാനത്തിൽ പറയുന്ന മറ്റൊരു മനോഹരമായ വരിയുണ്ട്. പുല്ലിൽ, പൂവിൽ, പുഴുവിൽ, കിളിയിൽ, വനജീവിയിൽ, വനചരത്തിൽ എന്നുള്ള വരി. ഈ വരി നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരേ ദിവ്യ ശക്തി നിറഞ്ഞിരിക്കുന്നു. നാം പലപ്പോഴും മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്നു. മതം, ഭാഷ, ജാതി, സാമ്പത്തികം, ദേശം, ആശയം, അങ്ങനെ ആ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷെ പ്രകൃതി നമ്മോട് ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, പുല്ലും പൂവും പുഴുവും കിളിയും എല്ലാം ഈ സൃഷ്ടിയുടെ ഭാഗങ്ങളാണ്. അവയിൽ ഒരേ ദിവ്യത്വം ഒഴുകുന്നു. അതുകൊണ്ടൊക്കെയാണ് പത്രിജി പറയുന്നത്, വാട്ട് റൈറ്റ്സ് യു ഹാവ് ടു കിൽ അതേഴ്സ് ആൻഡ് ഫിൽ യുവർ സ്റ്റമക്ക്. മറ്റുള്ള ജീവികളെ കൊന്ന് നിന്റെ വയറ് നിറയ്ക്കാനുള്ള അധികാരം നിനക്ക് ആര് തന്നു? അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ദൈവികതയുടെ പ്രകാശമുണ്ട്. ആ പ്രകാശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുല്ലും പൂവും പുഴുവും കിളിയും എല്ലാം ഈ സൃഷ്ടിയുടെ ഭാഗങ്ങളാണെന്നും അവയിലെല്ലാം ഒരു ദിവ്യത്വം ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. ആ മനുഷ്യനിലുള്ള ആ അറിവിൻ്റെ പ്രകാശം തെളിയുമ്പോൾ മനുഷ്യൻ മാറുന്നു. മനുഷ്യൻ മാറുമ്പോൾ സമൂഹം മാറുന്നു. സമൂഹം മാറുമ്പോൾ ലോകം മാറുന്നു. അതിനാലാണ് ഗാനത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ആനന്ദത്തിന് അരുണകിരണമാം അന്ധകാരത്തിൽ അവതരിക്കൂ. ഇതൊരു പ്രാർത്ഥനയാണ്. ഇരുട്ട് ഉള്ളിടത്ത് വെളിച്ചം വേണം, ദ്വേഷം ഉള്ളിടത്ത് സ്നേഹം വരണം, നിരാശ ഉള്ളിടത്ത് പ്രതീക്ഷ വരണം. അത് പുറത്തുനിന്ന് വരേണ്ടതല്ല, അത് നാം തന്നെ ആകണം.
നാം തന്നെ ആ പ്രകാശമാകണം. ഒരു ചെറിയ ദീപം പോലും ഒരു മുറിയിലെ ഇരുട്ട് മാറ്റാൻ മതിയാകും. അതുപോലെ ഒരു മനുഷ്യൻ്റെ സ്നേഹം പോലും അനേകം ഹൃദയങ്ങളെ സ്പർശിക്കും. എൻ്റെ ഓഫീസിൽ ഒരു കൊച്ചു കുഞ്ഞ് 1 വയസ്സും 3 മാസമായിട്ടുള്ളൂ. പ്രൊമോട്ടറിൻ്റെ മകനാണ്. 33 വയസ്സുള്ള ഒരാളുടെ കൊച്ചു മോനാണ്. ആ കൊച്ചു മോൻ എൻ്റെ അടുത്ത് മാത്രമാണ് വന്നത്. ബാക്കിയുള്ള ആൾക്കാരൊന്നും പോയില്ല. ഒരു സെർവൻ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ തിരുപ്പതി ലഡ്ഡുവൊക്കെ കുട്ടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ എൻ്റെ കൈവശം സ്നേഹം കൊണ്ട് പാട്ടൊക്കെ പാടി എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. അവൻ ഓരോരുത്തർക്ക് പോയിട്ട് ചിരിക്കുന്നതും അവൻ കളിക്കുന്നതും പിന്നെ അവൻ നടക്കാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ അങ്ങനെ എപ്പോഴാണ് നടക്കാൻ തുടങ്ങുന്നത്, അങ്ങനത്തെ നടക്കാൻ തുടങ്ങുന്ന കുട്ടികളുടെ നടത്തമുണ്ടല്ലോ, എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഓഫീസിൽ എല്ലാവരും ചിരിച്ച് സന്തോഷമായിരുന്നു. ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ ലഞ്ചിനൊക്കെ ലഞ്ചിനോ ഡിന്നറിനൊക്കെ സ്റ്റാഫിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും അവർക്കത്തെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഈ കൊച്ചു കുട്ടി, ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ പവിത്രമായ ആ സ്നേഹവും പുഞ്ചിരിയും കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ആ സമൂഹം തന്നെ ആ സന്തോഷത്തിൽ മാറുന്നുള്ളതിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ വരികൾ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്നേഹം പോലും അനേകം ഹൃദയങ്ങൾ സ്പർശിക്കുന്നുള്ളതിൻ്റെ ആ അർത്ഥത്തിൽ എത്ര മനോഹാരിതയാണെന്ന് ഓർത്ത് നോക്കൂ. ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം എന്താണ്? ധനം സമ്പാദിക്കുന്നതല്ല, പ്രശസ്തി നേടുന്നതുമല്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം എന്താണെന്നറിയോ? നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുക. സന്തോഷം പോലുമല്ല, സമാധാനം ലഭിക്കുക. നമ്മളെയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നണം. നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷ വളർത്തണം. അതാണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് ഈ ഗാനം നമ്മോട് പറയുന്നത് വളരെ ലളിതമായ ഒരു സന്ദേശമാണ്. സ്നേഹം വളർത്തുക, കരുണ വളർത്തുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ലോകത്തെ മാറ്റാൻ വലിയ ശക്തികൾ ആവശ്യമില്ല, ഒരു നല്ല ഹൃദയം മാത്രം മതിയാവും. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം. നമ്മൾ എവിടെയായാലും എന്ത് ചെയ്താലും നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് കുറച്ചുകൂടി സ്നേഹം, അല്ലെങ്കിൽ കുറച്ചുകൂടി സമാധാനം, കുറച്ചുകൂടി സന്തോഷം അത് ലഭിക്കാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഈ ഗാനം ഒരു പാട്ടായി മാത്രം നിൽക്കില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വഴികാട്ടിയായി മാറും. അങ്ങനെ എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ സ്നേഹജീവിതം ലഭിക്കട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.